പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ വേണ്ടി അല്പസമയമായിരിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിന് നന്ദി പറയുന്നു. തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ വചനങ്ങൾ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശമായി ഭവിക്കണമേ. കേൾക്കുന്ന വചനങ്ങളെല്ലാം ഫലമണിയുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവായ യേശുവിൽ പ്രിയപ്പെട്ടവരെ, ആരാണ് ദൈവത്തിൻ്റെ ശത്രു? ദൈവത്തിൻ്റെ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നാം ഉത്തരം പറയും: ദൈവത്തിൻ്റെ ശത്രു പിശാചാണ്. എന്നാൽ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി ഈ സത്യം നമുക്ക് മനസ്സിലാകുന്നു. ദൈവത്തിൻ്റെ ശത്രു പിശാചാണ്. അതുപോലെ മനുഷ്യൻ്റെയും ആത്യന്തികമായ ശത്രു, അവൻ്റെ ആത്മാവിനെ നശിപ്പിച്ച് അവൻ്റെ ആത്മാവിനെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ശത്രു പിശാച് തന്നെയാണ്. യേശു പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 10:10, കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ്, എന്നാൽ ഞാനും വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പോൾ യേശു വന്നിരിക്കുന്നത് ജീവനും അതിൻ്റെ സമൃദ്ധിയും നൽകുവാനാണെങ്കിൽ, കള്ളൻ പിശാച് വരുന്നത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നശിപ്പിക്കുവാനും നമ്മുടെ ആത്മാവിനെ മോഷ്ടിക്കുവാനും നിത്യത നഷ്ടപ്പെട്ട് നമ്മൾ നിത്യനരകത്തിൽ എത്തിച്ചേരുവാനുമാണ് പിശാച് പരിശ്രമിക്കുന്നത്. അപ്പോൾ പ്രഥമ വായനയിൽ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാകുന്നു, പിശാചാണ് മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ശത്രുവായിട്ട് നിൽക്കുന്നത്. എന്നാൽ വേദപുസ്തകം സൂക്ഷ്മമായി നോക്കുമ്പോൾ മറ്റു ചില ചിന്തകൾ കൂടെ നമുക്കതിൽ നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ജഡികാഭിലാഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. പിശാച് മാത്രമല്ല ദൈവത്തിൻ്റെ ശത്രു, ജഡികാഭിലാഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അതിന് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാൻ സാധിക്കുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുകയില്ല എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശത്രുത്വം പിശാചിൽ മാത്രം ആരോപിക്കാതെ ജഡികാഭിലാഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സുള്ള ആളുകൾ അവർ ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് പ്രത്യേകിച്ച് അവർ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം, അവർ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു ആത്മീയ പ്രവർത്തനങ്ങളിലുണ്ടാകാം. പക്ഷെ അവരുടെ മനസ്സ് ജഡികാഭിലാഷങ്ങളിൽ മുഴുകിയാണ് ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോഴും ജഡികമായ ചിന്തകൾ. ഗലാത്യ ലേഖനം 5:19 ജഡിക പ്രവണതകളുടെ ഒരു ലിസ്റ്റ് തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. വ്യഭിചാരം എന്ന് തുടങ്ങി മാരകപാപങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞ് വെറുപ്പ്, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇങ്ങനെയുള്ള ധാരാളം തിന്മകളെ, ജഡികാഭിലാഷങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് മുഴുകിയിരുന്നാൽ മതി, നമ്മൾ ശത്രുപക്ഷത്താണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സ് ഏത് കാര്യത്തിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് ആത്മീയ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ആത്മീയ കാര്യങ്ങളിലുമാണ് മുഴുകിയിരിക്കുന്നെങ്കിൽ നാം ദൈവത്തിൻ്റെ മിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അതുതന്നെയാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മീയ ജീവിതം നയിക്കുമ്പോൾ നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തോട് മമത പുലർത്താൻ പാടില്ല. ലോകമയത്തം നമ്മളിൽ കടന്നുകൂടിയാൽ നാം ദൈവത്തിൻ്റെ ശത്രുപക്ഷത്തായി തീരുമെന്നുള്ളത് തിരുവചനം നമ്മെ നന്നായി പഠിപ്പിക്കുന്നു. ചില ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നമുക്കറിയാം, കടലിൽ കിടക്കുന്ന മത്സ്യങ്ങൾ, കടലിലെ വെള്ളത്തിന് ഉപ്പിൻ്റെ രുചിയാണ്, നിറച്ചുപ്പാണ്. പക്ഷേ കടലിൽ കഴിയുന്ന മത്സ്യത്തിൻ്റെ ദേഹത്ത് ഉപ്പ് പിടിക്കാറില്ല. എന്നതുപോലെ തന്നെ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ലോകത്തിലാണ് നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്, ഇവിടെ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ തിന്മകളൊന്നും നമ്മളെ പറ്റിപ്പിടിക്കാതെ ജീവിക്കുക. മത്സ്യം തന്നെയാണ് അതിൻ്റെ നല്ല ഉദാഹരണം. അപ്പോൾ അങ്ങനെ നമ്മളിൽ ലോകമയത്താൻ പറ്റിപ്പിടിക്കാതിരുന്നാൽ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സ് ജഡികാഭിലാഷങ്ങളിൽ മുഴുകിയിരിക്കുന്നുണ്ടോ? മറ്റൊരു ഉദാഹരണം പറയാം. 24 hours പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സിൽ പണം മാത്രമാണ്. എങ്ങനെ പണമുണ്ടാക്കണം, ഇങ്ങനെ പണത്തിൻ്റെ കാര്യങ്ങൾ മാത്രം. ഒരു ദേവാലയത്തിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും പണമുണ്ടാകാനും ഇത്തരത്തിലുള്ള വിഷയത്തിലാണ് അവരുടെ മനസ്സ് മുഴുകിയിരിക്കുന്നത്. ഇങ്ങനെ പിശാചിന് ചില കെണികളുണ്ട്. ചില മനുഷ്യരെ ഇങ്ങനെയുള്ള കാര്യത്തിൽ പിശാച് കുടുക്കിയിടും. അവർ പിന്നെ ആ പ്രശ്നത്തിൽ തന്നെ അവർ ഏർപ്പെട്ട് അവരുടെ ജീവിതം അവസാനിച്ചു പോകും. ഇങ്ങനെ പിശാച് നമ്മളെ ചില കാര്യങ്ങളിൽ കുടുക്കിയിട്ടിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് പുറത്തു വരവാൻ കർത്താവായ യേശു സഹായിക്കും. യേശുവിലേക്ക് ശ്രദ്ധിക്കുക, യേശു നമ്മെ അതിൽ നിന്ന് മോചിപ്പിക്കും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജഡികാഭിലാഷങ്ങളിൽ മുഴുകിയിരിക്കുന്നത് മാത്രമല്ല,
അപ്പോസ്തലനായ പൗലോസ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു തിരുവചനം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. കൊളോസി ലേഖനം 1-ന്റെ 21-ാം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി നമ്മുടെ മനസ്സിൽ ദൈവത്തോട് ശത്രുത പുലർത്തുന്നവരായിരുന്നു. അപ്പോൾ ആദ്യം സൂചിപ്പിച്ചത് ജഡികാഭിലാഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സാണ് ദൈവത്തിൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ, ഇവിടെ അപ്പോസ്തലൻ പറയുന്നു ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും മനസ്സിൽ ശത്രുത പുലർത്തുന്നവർ എന്നല്ല ഇവിടെ പറയുന്നത്, ദുഷ്പ്രവർത്തികൾ വഴി. ഇവിടെ പ്രവർത്തികളാണ്, ജഡികമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ രഹസ്യമായിരിക്കാം, പരസ്യമായിരിക്കാം. ജഡിക പ്രവർത്തികൾ, ആക്ഷൻസ് പുറത്തേക്ക് വരാണ്. ആദ്യത്തേതിൽ പുറത്തേക്ക് വന്നിട്ടില്ല, അത് മനസ്സിൽ കഴിയുകയാണ്. അവരും ദൈവത്തിൻ്റെ ശത്രുവിൻ്റെ പാത പിന്തുടരുന്നു, അല്ലെങ്കിൽ പിശാചിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു. ഇവിടെയോ ദുഷ്പ്രവർത്തികൾ പുറത്തേക്ക് ഒഴുകുകയാണ്. ഈ ലാവ ഭൂമിക്ക് ഉള്ളിൽ നിന്ന് പൊട്ടി പുറത്തേക്ക് ഒഴുകുന്നത് പോലെ പാപപ്രവർത്തികൾ പുറത്തേക്ക് ഒഴുകുന്നു. അവരും ദൈവത്തിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ അങ്ങനെയുള്ള ആളുകൾ ദേവാലയത്തിൽ വരുന്നവരായിരിക്കാം, പക്ഷെ മനസ്സിൽ ശത്രുത പുലർത്തുകയും അത് പ്രവർത്തികളിലൂടെ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. അവർ ദൈവത്തിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ നാം ദൈവവചനം കേട്ടപ്പോൾ നാം ചിന്തിച്ചത് എന്താണ്? ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. ദൈവത്തിൻ്റെ ശത്രു പിശാച്. സത്യം തന്നെയാണത്. പക്ഷേ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളിൽ പലരും ദൈവത്തിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഒരൊറ്റ ഇരിപ്പിൽ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായമുള്ളൂ, നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കുന്ന നല്ല ലേഖനമാണ്. കാരാഗ്രഹ ലേഖനമാണത്. അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടന്നെഴുതിയ ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അതിൽ സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ എന്ന വാക്ക് 16 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നതാണ് സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ, കർത്താവിൽ സന്തോഷിക്കുവിൻ. ജയിലിൽ കിടന്നാണ് അദ്ദേഹം പറയുന്നത്. ജയിലിന് പുറത്തുള്ള നമ്മോടാണ് പറയുന്നത് സന്തോഷിക്കുവിൻ, യേശുവിൽ സന്തോഷിക്കുവിൻ എന്ന് അദ്ദേഹം പറയുന്നു. ആ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇന്ന് പലരും യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്നുള്ളത് കണ്ണീരോടെ ഞാൻ ആവർത്തിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ധാരാളം പ്രാവശ്യം ഇങ്ങനെ കണ്ണീരോടെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണത്, യേശുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായിട്ട് ജീവിക്കുന്നു. സത്യത്തിൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിനാണ്? യേശു ക്രൂശിൽ മരിച്ചത് നമ്മളെ പിതാവിനോട് രമ്യപ്പെടുത്തുവാൻ വേണ്ടി. അപ്പോൾ ആ ശത്രുത നീക്കാൻ വേണ്ടി മീഡിയേറ്ററായിട്ട് കർത്താവ് വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രൻ തന്നെ മനുഷ്യകുലത്തിന് വേണ്ടി യാഗമായി തീർന്ന് നമ്മളുടെ ആ ദൈവമായിട്ടുള്ള ശത്രുത നീക്കാൻ വേണ്ടി വന്ന ആ ദൈവപുത്രൻ്റെ പരിത്രാണ പ്രക്രിയ കാൽവരിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇന്ന് പലരും യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്നുള്ളത് ഞാൻ കണ്ണീരോട് ആവർത്തിക്കുന്നു. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, നാശമാണ് അവരുടെ അവസാനം. അപ്പം യേശുവിൻ്റെ കുരിശുമരണത്തിലേക്ക് അടുക്കാത്തവരുടെ, അതുവഴി നിത്യത സ്വന്തമാക്കാത്തവരുടെ, ഭൂമിയിൽ വെച്ച് തന്നെ ആ രക്ഷ സ്വന്തമാക്കാത്തവരുടെ അവസാനം, അവരുടെ ജീവിതാവസാനം അവർ നിത്യനാശം ശിക്ഷ അനുഭവിക്കും. ഇന്ന് പലരും പല വേദികളിൽ പറയുന്നുണ്ട് നിത്യനാശം ശിക്ഷയില്ല, നിത്യനരകമില്ല എന്ന് പഠിപ്പിക്കുന്ന ധാരാളം പ്രസംഗങ്ങൾ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണാൻ സാധിക്കും. അബദ്ധമാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് ധനവാൻ്റെ ലാസറിൻ്റെ ഉപമയിൽ വളരെ വ്യക്തമായി പറഞ്ഞു നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു നിത്യനാശ ശിക്ഷയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേദപുസ്തകത്തിൽ നിത്യ സ്വർഗത്തെക്കുറിച്ചും നിത്യ നരകത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. നിത്യനാശം ശിക്ഷ അനുഭവിക്കും ആര്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ രക്ഷയിലേക്ക് വരാത്ത ആളുകൾ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നിത്യത കിട്ടണമെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നടന്നടുക്കുന്നതിന് പകരം യേശുക്രിസ്തുവിന് പുറംതിരിഞ്ഞ് നിന്നാൽ അവർ നിത്യനാശം ശിക്ഷ അനുഭവിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി പലരും ജീവിക്കുന്നു, അവരുടെ അവസാനം നാശമാണ്. പിന്നെ പറയുന്നു അവരുടെ ഉദരം ദൈവമാണ്, അവരുടെ വയറാണ് അവരുടെ ദൈവം. എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ലൗകികമായ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുക. അപ്പോസ്തലനായ പൗലോസ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 15-ന്റെ 19-ാം വാക്യം, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ നാം പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നാം എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ശത്രുത പുലർത്തുന്നവരാണ്. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർ
പിന്നെ ശത്രുപക്ഷത്ത് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതുകൊണ്ട് വേദം നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നു, നമ്മൾ ശത്രുപക്ഷത്താണോ അത് ദൈവത്തിൻ്റെ പക്ഷത്താണോ എന്ന് പരിശോധിക്കുവാൻ ദൈവവചനം നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഉദരമാണ് അവരുടെ ദൈവം. ഉദരത്തിന് വേണ്ടി, അന്നന്ന അപ്പത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുന്നവർ, അവരവരുടെ ജീവിതകാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിനെ സമീപിക്കുന്നവർ, അവർ ശത്രുപക്ഷത്ത് നിൽക്കുന്നതെന്നാണ് വചനം പറയുന്നത്. തീർന്നില്ല. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അവിടെ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. ചിലരുടെ ചിന്താഗതികൾ ഭൗമികമായത് മാത്രമാണ്. ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന ആളുകൾ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:18 പറഞ്ഞിട്ട് തുടരുന്ന വാക്യങ്ങളാണത്. അവർ ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നു. എനിക്ക് തോന്നുന്നു പാപത്തിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം പറയുന്നത്, ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ 7-ാമത്തെ അധ്യായം 20 മുതലുള്ള വാക്യത്തിൽ ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവൻ അശുദ്ധനാക്കുന്നതെന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആ പാപത്തിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം കിടക്കുന്നത്, നിങ്ങൾ വേദപുസ്തകം തുറന്ന് വായിച്ചു നോക്കണം, ദുഷ്ചിന്ത അല്ലെങ്കിൽ ദുഷിച്ച ചിന്തകൾ, ദുശ്ചിന്ത എന്നാണ് പറയുന്നത്. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, അങ്ങനെ പോകുന്ന ആ ലിസ്റ്റ്. അപ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് ദുഷിച്ച ചിന്തകളാണ്. അപ്പോൾ ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നു, ഈ ഭൂമിയുടേത് മാത്രം, ഇങ്ങനെയുള്ള ലൗകികമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു. അപ്പോൾ അവർ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ ചിന്താമണ്ഡലം പരിശോധിക്കണം. ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇത് മൂന്നും വളരെ പരസ്പരം ബന്ധപ്പെട്ടതാണ്. നമ്മളെന്താണ് ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സംസാരത്തിൽ ഒക്കെ കടന്നു വരുന്നത്. നമ്മുടെ സംസാരത്തിൽ കടന്നു വരുന്നതാണ് പിന്നീട് നമ്മുടെ പ്രവൃത്തികളായിട്ട് മാറുന്നത്. അപ്പോൾ ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇത് മൂന്നിനും ഒരു പാരസ്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ ധാരാളം കേൾക്കുന്നു, വായിക്കുന്നുവെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലം മുഴുവൻ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചായിരിക്കും. അതായിരിക്കും നമ്മൾ സംസാരിക്കുക, അതായിരിക്കും നമ്മുടെ പ്രവൃത്തികൾ വരിക. ചിന്ത വേറെ, വാക്ക് വേറെ, പ്രവൃത്തി വേറെ ആണെങ്കിൽ അത് എല്ലാം വൈരുദ്ധ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബൈബിൾ പറയുന്നു, ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഭൗമികമായത് മാത്രം ചിന്തിക്കുന്ന ആളുകളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവർ ശത്രുപക്ഷത്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ് പിന്നെ കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുക, സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ യേശുക്രിസ്തുവിലുള്ള വിശുദ്ധിയിലും ലാളിത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മീയ ജീവിതം നയിക്കുന്ന ആളുകളുടെ ചിന്താമണ്ഡലം എങ്ങനെയാണ് ശരിയാക്കാൻ സാധിക്കുക? ചിന്താമണ്ഡലം ശരിയാക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ സ്പർശിക്കുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ അകത്തേക്ക് പോകുന്നത്. ആ അകത്തേക്ക് പോകുന്നതിന് ഒരു ഫിൽറ്റർ ഇല്ലെങ്കിൽ, നമ്മളത് അരിച്ചെടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കാണുന്നതും കേൾക്കുന്നതും അശുദ്ധമാണെങ്കിലോ നമ്മുടെ ചിന്താമണ്ഡലം മുഴുവൻ വഴിതെറ്റിപ്പോവും. അങ്ങനെ ധാരാളം ആളുകൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ കർത്താവിൽ ഉറപ്പിക്കാൻ വചനം വായിച്ചാൽ മതി, വചനം ധ്യാനിച്ചാൽ മതി, നല്ല പാട്ടുകൾ പാടിയാൽ മതി. അപ്പോൾ ദൈവത്തിൻ്റേതായിട്ടുള്ള വചനത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇൻപുട്ട് നല്ലത് കൊടുത്താൽ ഔട്ട്പുട്ട് നല്ലത് വരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ശത്രുപക്ഷത്താണോ ഞാൻ എന്നുള്ളതാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആത്മീയരാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തന്നെ എന്നിരിക്കലും നമ്മൾ പരിശോധിക്കണം, നമ്മൾ എപ്പോഴെങ്കിലും ഇടറിപ്പോകുന്നുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നുകൂടെ റീകളക്ട് ചെയ്യാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച എന്താണ്? ഏറ്റവും ആദ്യം നമ്മൾ കണ്ടത്, നമ്മൾ ശത്രുപക്ഷത്താണോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശത്രു ആരാണ്? ദൈവത്തിൻ്റെ ശത്രു പിശാചാണ്. പക്ഷേ റോമാലേഖനം 8:7 നമ്മൾ കണ്ടു, ജഡികാഭിലാഷങ്ങളിൽ മുടിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ജഡിക വ്യാപാരങ്ങളുണ്ട്. അതാണ് നാം ആദ്യം പരിശോധിച്ചത്. രണ്ടാമത് നമ്മൾ കണ്ടത് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 1:21 വാക്യമാണ്. അവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഒരിക്കൽ നിങ്ങൾ ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ദൈവത്തോട് ശത്രുത പുലർത്തുന്നവരായിരുന്നു. ദുഷ്പ്രവർത്തി ആദ്യത്തേതിൽ ചിന്തകളാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാണെങ്കിൽ, ഇപ്പോൾ പ്രവൃത്തി വഴി ദൈവത്തിൻ്റെ ശത്രുത്വം നേടി. മൂന്നാമതായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ധാരാളം പേര് കുരിശിൻ്റെ ശത്രുക്കളായിട്ട് ജീവിക്കുന്നു. അവരുടെ അവസാനം എന്താണ്? നാശം സംഭവിക്കുന്നു. അവരുടെ ഉദരം ദൈവമല്ല, അവരുടെ ഉദരമാണ് അവരുടെ ദൈവം. അവരുടെ വയറ് അല്ലെങ്കിൽ അവർ അനുദിന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുന്നവരാണ്. പിന്നീട് ഞാൻ സൂചിപ്പിച്ചു, പിന്നെ അവർ ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നു. ഒരു ആശയം കൂടെ അവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:19 പറയുന്നത്, ലജ്ജാകരമായ കാര്യങ്ങളിൽ അവർ അഭിമാനം കൊള്ളുന്നു. അതാണ് ദൈവത്തിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ചില മനുഷ്യരുടെ പ്രത്യേകത. ലജ്ജാകരമായ കാര്യങ്ങൾ. എന്താ ലജ്ജാകരമായ കാര്യങ്ങൾ?
നമുക്കറിയാം, ജഡിക മനുഷ്യരായിട്ട് ജീവിക്കുമ്പോൾ ചിലർ മദ്യപാനികളായ മനുഷ്യരൊക്കെ സംസാരിക്കും, ഞാൻ ധാരാളം മദ്യപിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അവർ ചെയ്യുന്ന പാപപ്രവൃത്തികളെക്കുറിച്ച് അഭിമാനിക്കുന്ന ആളുകളുണ്ട്, ലജ്ജാകരമായ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നു. എന്നാൽ വേദപുസ്തകം എന്താണ് പറയുന്നത്? മാനസാന്തരപ്പെട്ട ദൈവപൈതലിനെ കുറിച്ച് അവർ അഭിമാനിക്കുന്നത്, കർത്താവിൽ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്നാണ്. ഇത് പാപകരമായ പ്രവൃത്തികളിൽ ആനന്ദിക്കുന്നവരുണ്ട്, അതിൽ അഭിമാനം കൊള്ളുന്നവരുണ്ട്. അത് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ ചിന്തയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത്രയും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശത്രുപക്ഷത്താണെങ്കിൽ നമ്മൾ ഇപ്പുറത്തേക്ക് കടന്നു വരണം, മറുഭാഗത്തേക്ക് കടന്നു വരണം. അതിനെന്താണ്? വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു, അവസാനത്തെ ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത്, അവസാന വിധിയുടെ സമയത്ത് വലതുവശത്തുള്ളവരോടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കും. ഇടതുഭാഗത്തുള്ളവരോട് എന്താണ് പറയുന്നത്? ശപിക്കപ്പെട്ടവരെ, എന്നിൽ നിന്ന് അകന്നു പോകുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശത്രുപക്ഷത്താണെങ്കിൽ, കർത്താവിൻ്റെ പക്ഷത്തല്ല എങ്കിൽ നമ്മൾ ഇടതുഭാഗത്തേക്ക് മാറാൻ പോവുകയാണ്. പക്ഷേ നമുക്ക് ഈ ലോക ജീവിതത്തിൽ തന്നെ നമുക്ക് വലതുവശത്തേക്ക് മാറാമല്ലോ. ഈ ലോക ജീവിതത്തിൽ തന്നെ കർത്താവിൻ്റെ വലതുവശത്തേക്ക്, കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറി നിൽക്കാൻ സാധിക്കും. എങ്ങനെയാണ് കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറി നിൽക്കുക? അതിനാണ് യേശു കുരിശിൽ മരിച്ചത്. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ് നമുക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, കാൽവരിയിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി അവൻ യാഗമായി തീർന്നിരിക്കുകയാണ്. അവൻ യാഗമായി തീർന്നതുകൊണ്ട് നമുക്ക് അവനെ സമീപിച്ചാൽ മതിയാകും. ഇപ്പോൾ സൂര്യപ്രകാശം വളരെ ശക്തിയോടെ നമ്മുടെ വീടിൻ്റെ കതകിൽ തട്ടും, പക്ഷെ കതക് തള്ളി തുറക്കാറില്ല. അല്ലെങ്കിൽ ഒരു പശുക്കുഞ്ഞിന് അതിൻ്റെ തള്ള ആഹാരം കൊണ്ടു കൊടുക്കുകയാണ്, അതിൻ്റെ ആഹാരം കൊണ്ടു കൊടുക്കുന്നു. ഇതുപോലെ കുഞ്ഞത് കുഞ്ഞ് സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ കുഞ്ഞിന് വളരാൻ സാധ്യമല്ല. ഇതുപോലെ പ്രകാശം വന്നു നിൽക്കുന്നുണ്ട്, നീ കതക് തുറന്നാൽ മതി. അമ്മ ആഹാരം കൊണ്ടുതരുന്നു, നീ വാ തുറന്നാൽ മതി. അത്രയെങ്കിലും നമുക്ക് ചെയ്തുകൂടെ? യേശുക്രിസ്തു കാൽവരിയിൽ അതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടി കാൽവരിയിൽ അവന് യാഗമായി തീർന്നിരിക്കുന്നു. നീ അവനെ സമീപിച്ച് നിൻ്റെ തെറ്റുകൾ തിരുമുമ്പിൽ ഏറ്റുപറയണം. തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടാൻ തയ്യാറായി നിൽക്കണം. കുഷ്ഠരോഗിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 8 എന്താണ് കാണുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ 5, 6, 7 അധ്യായമാണ് ശരിക്കും ഗിരിപ്രഭാഷണം. ആ ഗിരിപ്രഭാഷണം കഴിയുന്ന വേളയിൽ കുഷ്ഠരോഗി പറയുന്നു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്നല്ല, ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടിട്ട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. എത്ര പെട്ടെന്നാണ് കർത്താവ് മനുഷ്യനെ ശുദ്ധീകരിച്ചെടുക്കുന്നത്. നാം അവൻ്റെ അടുക്കലേക്ക് വന്നാൽ മതിയാകും, അവൻ്റെ പക്കലേക്കൊന്ന് ചേർന്ന് നിന്നാൽ മതിയാകും. അതുമാത്രം മതി ദൈവം നമ്മെ ശുദ്ധീകരിക്കാൻ. അതുകൊണ്ട് ഇന്നത്തെ ഈ വചനത്തിലൂടെ ശത്രുപക്ഷത്തിൽ നിന്ന് കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറുവാനുള്ള ഒരു ആഹ്വാനമാണ് ദൈവം വചനത്തിൽ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ നാമം വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറുവാൻ ഇടവരട്ടെ. ദൈവത്തിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.